കരീബിയൻ കടലിൽ മയക്കുമരുന്ന് കള്ളക്കടത്ത് സംഘത്തിന് നേരെ US സൈന്യം ആക്രമണം നടത്തിയതായി പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെസാത്ത് അറിയിച്ചു. US ഭീകര സംഘടനയായി പ്രഖ്യാപിച്ച സംഘത്തിലെ കപ്പലുകളാണ് ആക്രമിക്കപ്പെട്ടത്. ആക്രമണത്തിൽ 3 പേർ കൊല്ലപ്പെട്ടു. അമേരിക്കയിലേക്കുള്ള മയക്കുമരുന്ന് കടത്ത് തടയാൻ കരീബിയൻ കടലിൽ ആക്രമണം ശക്തമാക്കിയിരിക്കുകയാണ് US സൈന്യം. മയക്കുമരുന്ന് കള്ളക്കടത്ത് സംഘത്തിനെതിരെ US സൈന്യം ആക്രമണം നടത്തിയതായും ആക്രമണത്തിൽ 3 പേർ കൊല്ലപ്പെട്ടതായും യുദ്ധകാര്യ സെക്രട്ടറി പീറ്റ് ഹെക്സത്ത് അറിയിച്ചു. സെപ്റ്റംബർ ആദ്യം മുതൽ കരീബിയൻ, കിഴക്കേ പസഫിക് തുടങ്ങിയിടങ്ങളിൽ US സൈന്യം നടത്തുന്ന 15ാമത്തെ ആക്രമണമാണിത്. US ഭീകര സംഘടനയായി പ്രഖ്യാപിച്ച സംഘത്തിലെ കപ്പലുകളാണ് ആക്രമിക്കപ്പെട്ടതെന്ന് വെളിപ്പെടുത്തിയെങ്കിലും ഏതാണ് ആ സംഘടന എന്ന കാര്യം വ്യക്തമാക്കിയിട്ടില്ല. മറ്റെല്ലാ കപ്പലുകളും പോലെ ഈ കപ്പലും നിയമവിരുദ്ധ മയക്കുമരുന്ന് കള്ളക്കടത്തിൽ ഏർപ്പെട്ടതായി രഹസ്യാന്വേഷണ ഏജൻസിക്ക് വിവരം ലഭിച്ചു. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിർദ്ദേശാനുസരണം വാർ ഡിപ്പാർട്ട്മെന്റ് മറ്റൊരു ആക്രമണം നടത്തിയതായും ഹെക്സത്ത് പറഞ്ഞു. ഇതുവരെ US സൈന്യം മയക്കുമരുന്ന് കടത്തിനെതിരായ ആക്രമണത്തിൽ 64 പേരെ കൊലപ്പെടുത്തിയതായാണ് വിവരം. അമേരിക്കയിലേക്കുള്ള മയക്കുമരുന്ന് ഒഴുക്ക് തടയുകയാണ് ആക്രമണത്തിന്റെ ലക്ഷ്യമെന്നാണ് ട്രംപ് പറയുന്നത്. എന്നാൽ US സൈനിക നടപടിയെ വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മഡുറോ അപലപിച്ചു. തന്നെ അധികാരത്തിൽ നിന്ന് പുറത്താക്കാൻ ലക്ഷ്യമിട്ടുള്ള ശ്രമമാണിതെന്നും അദ്ദേഹം ആരോപിച്ചു. ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേന ന്യൂസ്.